നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത പരാജയത്തിന് ശേഷം പിണറായി വിജയൻ CPM-ൽ ദുർബലമാകുന്നു എന്ന് തുടങ്ങിയ ചില ചർച്ചകൾ നാനാഭാഗത്തും നടക്കുന്നുണ്ട്. CPM-ൽ പിണറായിയുടെ പിടി ദുർബലമായിക്കൊണ്ടിരിക്കുകയാണെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപക്ഷെ പിണറായിക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു നേതാവ് നിയമസഭാ കക്ഷി നേതാവായും തിരഞ്ഞെടുപ്പിനെ നയിക്കാനും എത്തിയേക്കാം എന്നുള്ള സൂചന പോലും അതിശക്തമായി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സിസ തോമസിനെ കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല VC ആയി നിയമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ പിണറായിക്കെതിരെ ഉയർന്നിരുന്നു. നേരത്തെ സിസ തോമസിനെ അവർ BJPയുടെ ആളാണെന്നും ഗവർണറുടെ നോമിനിയാണെന്നും പറഞ്ഞ് ഒരു കാരണവശാലും KTUവിലേക്ക്, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അടുപ്പിക്കില്ല എന്നാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഗവർണർക്ക് മുന്നിൽ സാഷ്ടാംഗം കീഴടങ്ങിക്കൊണ്ട് സിസ തോമസിനെ KTUവിൻ്റെ വൈസ് ചാൻസലറാക്കി നിയമിക്കാൻ മുഖ്യമന്ത്രി സമ്മതം മൂളി. ഇത് പാർട്ടിക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയതെന്ന ഒരു വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായി. ആ വിമർശനം മുഖ്യമന്ത്രിയുടെ നേരെയും ഉണ്ടായി. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇതാദ്യമായാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ CPM സംസ്ഥാന നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ ആളുകൾ നിലപാടെടുക്കുന്നത്. ഇത്തരം നീക്കങ്ങൾ പാർട്ടിയുടെ മുഖം വികൃതമാക്കാനേ സഹായിക്കുകയുള്ളൂ എന്ന് പല CPM നേതാക്കളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞത്രേ. സിസ തോമസിനെതിരെ വലിയ ചന്ദ്രഹാസം ഇളക്കി അവരെ ഒരിക്കലും വൈസ് ചാൻസലർ സ്ഥാനത്ത് ഇരുത്തില്ല എന്ന് പറഞ്ഞ് SFI പിള്ളേരെ കൊണ്ടൊക്കെ വലിയ പ്രതിഷേധം തെരുവിൽ സംഘടിപ്പിച്ചതാണ് CPM. എന്നാൽ ഇപ്പോൾ ആ മുഖ്യമന്ത്രി തന്നെ, CPM-ന്റെ അനിഷേധ്യ നേതാവ് തന്നെ സിസ തോമസിനെ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കി എന്നത് പാർട്ടിയുടെ മുഖത്തടിക്കുന്ന പോലെയായി. പാർട്ടിയോട് ചോദിക്കാതെയാണ് മുഖ്യമന്ത്രി ഈ തീരുമാനം കൈക്കൊണ്ടത് ഗവർണറെ പ്രീണിപ്പിക്കാൻ എന്നാണ് പല നേതാക്കളും വിശ്വസിക്കുന്നത്. അങ്ങനെ പാർട്ടിയോട് ചോദിക്കാതെ മുഖ്യമന്ത്രി എന്തിന് ഈ തീരുമാനം കൈക്കൊണ്ടു എന്ന ചോദ്യം വലിയ തോതിൽ പാർട്ടിയിൽ ഉയർന്നു. എന്നാൽ ഇതൊന്നും പിണറായി വിജയനെ അത്ര വിഷമിപ്പിക്കുന്നില്ല. തനിക്കെതിരെ ഉയർന്ന എതിർപ്പുകളെ ഇപ്പോഴും ശക്തമായി അടിച്ചമർത്താനുള്ള കരുത്ത് തനിക്കുണ്ടെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചു. പാർട്ടിയിൽ തനിക്കെതിരെ ഉയർന്ന അപസ്വരങ്ങളെയെല്ലാം അദ്ദേഹം നിഷ്കരണം പണ്ട് ചവിട്ടി പുറത്താക്കുമായിരുന്നു. നിഷ്കരണം അത് മുളയിലേ നുള്ളുമായിരുന്നു. മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിനെതിരെ ഒരു അക്ഷരം പറയാൻ ഒരാൾക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയൊക്കെ പഞ്ചപുച്ഛമടക്കിയാണ് പിണറായി വിജയന് മുന്നിൽ നിൽക്കാറുള്ളത്. എന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഒരു തോൽവി ഉണ്ടായപ്പോൾ പിണറായി ഒന്ന് തളർന്നു, ഒന്ന് വീണു എന്ന് മനസ്സിലായപ്പോൾ കോൺഗ്രസിലെ ക്ഷുദ്രജീവികളെല്ലാം അല്ലെങ്കിൽ CPM-ലെ ക്ഷുദ്രജീവികളെല്ലാം തലപൊക്കുകയും ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലുകൾക്ക് പോലും വിഷമുണ്ടാകുമെന്ന് പറയുന്ന പോലെ പിണറായിക്കെതിരെ CPM-ലെ ഞാഞ്ഞൂലുകൾ തലപൊക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം അവരെ നിഷ്കരണം അടിച്ചമർത്തിയെന്ന് മാത്രമല്ല, ഇനിയൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നടപടികൾക്കെതിരെ ഒരു വാക്ക് പോലും ഒരാളും മിണ്ടാൻ കഴിയാത്ത വിധത്തിൽ ചില നീക്കങ്ങൾ പിണറായി വിജയൻ അവിടെ നടത്തി. ഈ നീക്കങ്ങൾ കണ്ടത് MA ബേബി പോലും വിറച്ചുപോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പിണറായി വിജയൻ തന്നെയായിരിക്കും പാർട്ടിയിലെ അവസാന വാക്ക്. തനിക്ക് ഒരു തളർച്ച ഉണ്ടായി, തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തൻ്റെ തന്ത്രങ്ങൾ ഒന്ന് പിഴച്ചുപോയി എന്നുകൊണ്ട് തൻ്റെ തലയിൽ കയറാമെന്നും നിങ്ങളാരും വിചാരിക്കേണ്ട എന്ന കർശന സന്ദേശമാണത്രേ പിണറായി വിജയൻ MA ബേബിക്കും ഗോവിന്ദനും എല്ലാം നൽകിയത്. MA ബേബിയും ഗോവിന്ദനും ഒക്കെ പേടിച്ച് വിറച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ തനിക്കെതിരെ ഉയരുന്ന എതിർപ്പുകളെ നിഷ്പ്രയാസം അടിച്ചമർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ പാർട്ടിയിൽ മുന്നോട്ട് പോകുന്നത്. ഇനി ഒരാൾ പോലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന കമ്മിറ്റിയിലോ മുഖ്യമന്ത്രി എടുത്ത തീരുമാനങ്ങൾക്കെതിരെ ഒരക്ഷരം പറയാത്ത വിധത്തിലുള്ള നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തദ്ദേശ സ്വയംഭരണ തിരിച്ചടി മുതലാക്കിക്കൊണ്ട് പിണറായിയെ പൂട്ടാൻ CPM-ൽ ചിലർ വിചാരിച്ചെങ്കിലും ചിലർ ശ്രമിച്ചെങ്കിലും അതിനെയെല്ലാം അദ്ദേഹം കടയോടെ വെട്ടി മൂലക്കിടുകയാണുണ്ടായത്. ഏതായാലും പിണറായി തന്നെ ഇപ്പോഴും മനുഷ്യ നേതാവ് CPM-ൽ പിണറായിക്കെതിരെ ഇനിയും ആരും തലയുയർത്താത്ത വിധത്തിലുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തി കഴിഞ്ഞു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.